SFI അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട്ട് നടക്കാൻ പോകുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ നഗരത്തിലും ഈ ജില്ലയിലുമുള്ള എല്ലാ ജനങ്ങളും, തൊഴിലാളികൾ, കൃഷിക്കാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ എല്ലാവരും വളരെ ആവേശത്തോടെയാണ് SFIയുടെ സമ്മേളനം ഏറ്റെടുത്തിരിക്കുന്നത്. കടുത്ത മഴയായിട്ടും യാതൊരു മടിയും കൂടാതെ പ്രവർത്തന രംഗത്തിറങ്ങിയ എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ സമ്മേളനം ഒരു ചരിത്ര സമ്മേളനമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇന്ന് സംസാരിക്കാൻ നിശ്ചയിച്ച വിഷയം ഇത്തിരി കടുപ്പമുള്ള വിഷയം. നവ ലിബറലിസം ആഘാതങ്ങളും പ്രതിരോധവും നല്ല വിഷയമാണ്. പക്ഷേ വളരെ എളുപ്പത്തിലങ്ങ് ദഹിക്കാവുന്നൊരു വിഷയമല്ല. നവ ലിബറലിസം, നവ ഉദാരവൽക്കരണം, മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥ അതിജീവനത്തിന് വേണ്ടി പല രൂപങ്ങളും പ്രാപിക്കും. ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോലല്ല മുതലാളിത്തത്തിൻ്റെ സ്വഭാവം. മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വകാര്യമായി മൂലധനം സ്വരൂപിച്ച് അധ്വാന ശക്തി വിലക്ക് വാങ്ങി സമ്പത്തുണ്ടാക്കുന്ന വ്യവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ അധ്വാന ശക്തിയാണ് എല്ലാ സമ്പത്തും സൃഷ്ടിക്കുന്നത്. ഈ ഭൂമുഖത്ത് കാണുന്ന സകല സമ്പത്തും പ്രകൃതിയിലുണ്ടായിരുന്നതും അല്ലെങ്കിൽ പ്രകൃതിയിലുള്ളതും അതിൽ മനുഷ്യാധ്വാനം ചെലുത്തി രൂപാന്തരപ്പെടുത്തിയതാണ് എല്ലാ സമ്പത്തും. ഇപ്പോൾ സ്വർണം വലിയ വില കൂടിയൊരു ലോഹമാണ്. ഖനനം ചെയ്ത് സംസ്കരിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. അത് ഖനനം ചെയ്യാനും സംസ്കരിക്കാനും മനുഷ്യൻ്റെ അധ്വാനവും ബുദ്ധിയും ആവശ്യമാണ്. ബുദ്ധിപരമായ അധ്വാനം, കായികമായ അധ്വാനം. കഠിനമായ ഈ അധ്വാനത്തെ ലഘൂകരിക്കാൻ വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് ഉപകരണങ്ങൾ, ടൂൾസ്. ആ ടൂൾസിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അത് മനുഷ്യൻ്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെ അവരെത്തിച്ചേർന്ന ഒരു ഘട്ടമാണ്. അവിടെയും നിൽക്കാൻ പോകുന്നില്ല, പുതിയ രൂപത്തിലേക്ക് വീണ്ടും മാറും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചോ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചോ സാധാരണ ഹാമർ, ഈ ചുറ്റികയും കലപ്പയും ഉപയോഗിച്ചോ മനുഷ്യാധ്വാനം പ്രകൃതിയിൽ ചെലുത്തി, പ്രകൃതിയിലെ ഓരോ വസ്തുവിലും ചെലുത്തി രൂപാന്തരപ്പെട്ടുണ്ടാക്കുന്നതാണ് എല്ലാ സമ്പത്തും. ആ സമ്പത്ത് വൻതോതിൽ സ്വകാര്യമല്ല സ്വന്തം വരുതിയിലേക്ക് മാറ്റിവെച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന വ്യവസ്ഥയാണ് മുതലാളിത്തം. മുതലാളിത്തത്തിന് മുമ്പും ഇതുപോലെ സമ്പത്ത് കുന്നുകൂട്ടിയ വർഗം ഉണ്ടായിരുന്നു. ഫ്യൂഡലിസം, ജന്മിത്തം, നാടുവാഴിത്തം. അവിടെ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നത് വളരെ നഗ്നമായിരുന്നു. ഭൂമി പാട്ടത്തിന് കൊടുക്കുക, അവിടെ ഒരു നിമിഷം പോലും അധ്വാനിക്കാത്ത ജന്മി ആ കർഷകൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ഒരു വിഹിതം പാട്ടമായി വാങ്ങുക. അപ്പോൾ വളരെ നഗ്നമാണ് ഏർപ്പാട്. അടിമത്തം, മനുഷ്യനെ അടിമയാക്കി വെച്ച് അവന് ജോലി ചെയ്യാനുള്ള ആരോഗ്യം, നിലനിൽക്കാനുള്ള ഭക്ഷണം മാത്രം കൊടുക്കുക, ബാക്കി മുഴുവൻ ഉടമ കരസ്ഥമാക്കുക. അവിടെയും നഗ്നമാണ് ചൂഷണം. മുതലാളിത്ത വ്യവസ്ഥ എന്താണ് ചൂഷണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല. ഉദാഹരണത്തിന്, നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ഒരു മുതലാളിയുടെ, ബിർളയുടെ, ടാറ്റയുടെ, റിലയൻസിൻ്റെ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് കൂലി തരുന്നില്ലേ? നിങ്ങൾ ആവശ്യപ്പെടുന്ന കൂലി തരുന്നില്ലേ? ആവശ്യപ്പെടുന്നത് മുഴുവൻ കിട്ടുന്നില്ലെങ്കിലും തൊഴിലാളികൾ ഒരു സംഘടന രൂപീകരിച്ച് ട്രേഡ് യൂണിയനായി സമരം ചെയ്ത് ഒരു ദിവസത്തെ കൂലി 1000 രൂപയിൽ നിന്ന് 1500 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാൽ തൊഴിൽ തർക്കം എന്ന നിലയിൽ ആരെങ്കിലുമൊക്കെ ഇടപെട്ട്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റോ ലേബർ മിനിസ്റ്ററോ ഇടപെട്ട് ഒരു പഞ്ചായത്ത് പറഞ്ഞ്, മധ്യസ്ഥം പറഞ്ഞ് 1200 സെറ്റിൽ ചെയ്യുന്നു. ആ കൂലിക്കാണ് നിങ്ങൾ ജോലി ചെയ്യുന്നു. പിന്നെ എവിടെയാണ് ചൂഷണം? നിങ്ങൾ സമ്മതിച്ചതല്ലേ കൂലി? നിങ്ങളെ ആര് നിർബന്ധിക്കുന്നു ടാറ്റയുടെ കീഴിൽ ജോലി ചെയ്യാൻ? നിങ്ങൾക്ക് ടാറ്റ ചൂഷണം ചെയ്യുന്നു തോന്നിയാൽ ബിർളയുടെ കീഴിൽ ജോലി ചെയ്തോടെ. അപ്പം ഈ മാർക്സിസ്റ്റുകാർ ഈ ചൂഷണം എന്നൊക്കെ പറയുന്നത് അനാവശ്യമാണ്, തെറ്റാണ് എന്ന് വളരെ പെട്ടെന്ന് ഒരു നാടൻ ന്യായക്കാരനെ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റും. അപ്പോൾ മറഞ്ഞു നിൽക്കുന്ന ഗോപ്യമായ ഈ ചൂഷണത്തിൻ്റെ രഹസ്യം
മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ വെളിപ്പെടുത്തി എന്നതാണ് മാർക്സിസത്തിൻ്റെ മേന്മ. എങ്ങനെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഈ സമ്പത്ത് വർദ്ധിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യനിൽ ദാരിദ്ര്യം വർദ്ധിക്കുന്നത്. പണ്ട് മരുന്നില്ലാത്തതുകൊണ്ട് മനുഷ്യർ രോഗികളായി മരിക്കുമായിരുന്നു. ഇന്നെല്ലാ രോഗത്തിനും മരുന്നുണ്ട്, പക്ഷെ അത് വാങ്ങാൻ വരുമാനമില്ലാത്തതുകൊണ്ടാണ് രോഗികൾ മരിക്കുന്നത്. പണ്ട് വിശപ്പടക്കാൻ മാത്രം ആഹാരം ഇല്ലാത്തതുകൊണ്ട് മനുഷ്യർ വിശക്കുമായിരുന്നു. ഇന്ന് ആഹാരം ഇഷ്ടം പോലെയുണ്ട്, എല്ലാ ബേക്കറികളിലുണ്ട്, ഹോട്ടലുകളിലുണ്ട്, കടകളിലുണ്ട്. പക്ഷെ വാങ്ങിക്കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ ആളുകൾ വിശന്ന് ജീവിക്കുന്നു. അപ്പം പഴയ കാലവും ഈ കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുക എന്നതാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ചുമതല. വിദ്യാർത്ഥികളായാലും യുവജന പ്രസ്ഥാനങ്ങളായാലും തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളായാലും നമ്മളെല്ലാം സാമൂഹ്യ ജീവികളാണ്. ഈ സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരാണ്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരു പ്രഭാഷണത്തിൽ നിന്ന് ഇതെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാനോ പൂർണ്ണമായി ഉൾക്കൊള്ളാനോ കഴിഞ്ഞെന്ന് വരില്ല. തുടർച്ചയായ വായനയിലൂടെയും ആ വായിച്ച അറിവ് പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ട് അതിൻ്റെ അനുഭവത്തിലൂടെയും മാത്രമേ വളർച്ച നേടാൻ കഴിയൂ. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. നിയോ ലിബറലിസം എന്ന് പറഞ്ഞാൽ അത് മുതലാളിത്തത്തിൻ്റെ ഒരു ആധുനിക അടവ് പ്രയോഗമാണ്. അവരുപയോഗിക്കുന്ന ചില പദങ്ങളാണ്, അവർ വന്നിട്ടുള്ള ചില രൂപാന്തരങ്ങളാണ്. ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, ലിബറലൈസേഷൻ എന്ന ഉദാരവൽക്കരണം, ഇതൊക്കെ ആധുനിക മുതലാളിത്തം നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിനു വേണ്ടി അവർ സ്വീകരിച്ച ചില രൂപങ്ങളാണ്, ചില അടവുകളാണ്. മനുഷ്യാധ്വാനത്തെ ചൂഷണം ചെയ്യുക എന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നൊരു മാറ്റവും ഇതിൽ വരുന്നില്ല. ഇത് ചൂഷണം തീവ്രമാക്കുന്ന തരത്തിലുള്ള ചില പ്രയോഗങ്ങളാണ് ഈ പറയുന്നത്. സമ്പന്ന രാഷ്ട്രങ്ങൾ പിന്നോക്ക രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നു. മൂലധന ഉടമകൾ അധ്വാനശക്തിയെ ചൂഷണം ചെയ്യുന്നു. വലിയ വ്യാപാര കരാറുകളിലൂടെ കർഷകരെയും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വിഭാഗത്തെയും വൻകിട സമ്പന്ന രാജ്യങ്ങൾ ചൂഷണം ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് ഉൾപ്പെടെ തെക്ക് കിഴക്കേഷ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നൊരു കരാറുണ്ടാക്കി. ആസിയാൻ കരാർ എന്നാണ് അതിൻ്റെ പേര്. വ്യാപാര കരാറാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, മലേഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളിൽ റബ്ബർ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നല്ല നിലയിൽ വളരുന്നുണ്ട്. അവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക് കമ്പോള വിലയെടുത്താൽ ഇന്ത്യയിലെ റബ്ബർ കമ്പോള വിലയേക്കാൾ കുറവാണ്. അത് ഇറക്കുമതി ചെയ്താൽ, ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്താൽ പിന്നെ ഇന്ത്യയിലെ റബ്ബർ കൃഷി നിലനിൽക്കില്ല. അപ്പം ഇന്ത്യയിലെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ മേൽ ഒരു ചുങ്കം ചുമത്തുക, നികുതി ചുമത്തുക, കസ്റ്റംസ് ഡ്യൂട്ടി, ഇറക്കുമതി ചുങ്കം. അപ്പം 100 രൂപയുടെ ഒരു ചരക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 10% നികുതി ചുമത്തിയാൽ 110 രൂപയായി അതിൻ്റെ വില. ഒരു കിലോയ്ക്കോ ഒരു ക്വിൻ്റലിനോ ഏതളവിനാണ് വെച്ചാൽ അളവിന്. ഇത് കൃത്രിമമായി അതിൻ്റെ വിലയെ ഉയർത്തുകയാണ്. എന്തിനു വേണ്ടി? ആഭ്യന്തര കമ്പോളത്തിലെ ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ വില അനുസരിച്ച് അതിന് കമ്പോളം നഷ്ടപ്പെടാതിരിക്കാൻ. ഇവിടുത്തെ കൃഷി അഭിവൃദ്ധിപ്പെട്ടാലേ കൃഷിക്കാരന് വരുമാനമുള്ളൂ. ഇവിടുത്തെ കൃഷി അഭിവൃദ്ധിപ്പെട്ടാലേ ഇവിടുത്തെ കൃഷിക്കാരൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന കർഷക തൊഴിലാളിക്ക് ജോലിയുള്ളൂ. ഇവിടുത്തെ കൃഷിയിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന നികുതിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത്. ഇറക്കുമതി ചെയ്യുന്ന സമ്പത്തിൻ്റെ നികുതിയും വരുമാനമൊക്കെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കുള്ളതാണ്. അപ്പം അതിനൊക്കെ വിരുദ്ധമാണ് ഈ നടപടി. ഇതാണ് ആഗോളവൽക്കരണ കാലഘട്ടത്തിൻ്റെ ഒരു നയം. അതിരുകൾ, ഈ നിയന്ത്രണ അതിർത്തികളൊന്നും വെച്ച് ആരെയും തടയാൻ പാടില്ല എന്ന ലോക മുതലാളിത്തത്തിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമാണ് ഈ ഇറക്കുമതി ഉദാരവൽക്കരണം. ഇത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? രാജ്യത്ത് നമ്മുടെ റബ്ബർ കൃഷിക്കാരെല്ലാം താരാറായി. റബ്ബറിന് വിലയും ഇടിഞ്ഞു. സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന വൻകിട തോട്ടങ്ങളും ചെറുകിട ഉൽപ്പാദകരും വലിയ പ്രതിസന്ധിയിലായി. അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. കേരളത്തിൽ തന്നെ 1,00,000-ലധികം തൊഴിലാളികൾ റബ്ബർ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ജോലി നഷ്ടപ്പെടാനിടയായി. വലിയ സമരങ്ങൾ വന്നു. തൽക്കാല ആശ്വാസം എന്ന നിലയിൽ നമ്മുടെ കേരള ഗവൺമെൻറ്, LDF ഗവൺമെൻറ് പറഞ്ഞു,
1 കിലോ റബ്ബറിന്, സ്വാഭാവിക റബ്ബറിന് ഈ റബ്ബർ പാൽ കട്ടയാക്കി ആ ഷീറ്റ് കൊണ്ടുവന്ന് അങ്ങനെ വിൽക്കുക. 1 കിലോയ്ക്ക് 150 രൂപ കിട്ടുന്നില്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതും 150 തമ്മിലുള്ള വ്യത്യാസം വരുന്ന തുക സർക്കാർ കോമ്പൻസേറ്റ് ചെയ്യാം, സർക്കാർ തരാം. ഇത് കേരളത്തിൽ മാത്രമാണ് ഈ വ്യവസ്ഥ ഉണ്ടാക്കിയത്. കേരളത്തിലെ റബ്ബർ കർഷകരെ സഹായിക്കാൻ, അതുവഴി തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി നിലനിർത്താൻ, ഈ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി വരുമാനത്തിൽ നിന്നൊരു വിഹിതം റബ്ബർ കർഷകർക്ക് നൽകേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? കുത്തക മുതലാളി വർഗത്തിന്, വൻകിട മുതലാളി വർഗത്തിന് ലാഭം വർദ്ധിപ്പിക്കാൻ അവരുടെ റോ മെറ്റീരിയൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് ലോകത്തെവിടെ നിന്നും സ്വതന്ത്രമായ കമ്പോളത്തിലൂടെ ഇറക്കുമതി ചെയ്യാൻ സ്വാതന്ത്ര്യം വേണമെന്നാണ് അവർ വാദിക്കുന്നത്. അതിൻ്റെ പേരാണ് ലിബറൽ നയങ്ങൾ, ഉദാരവൽക്കരിക്കുന്ന നയങ്ങൾ. ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങളെ തടയാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഉയർന്ന സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ചരക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ആ ഉൽപ്പന്നങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ അത്ര വികസിക്കാത്ത രാജ്യങ്ങളിലേക്ക് കടന്നു വന്നാൽ അവർക്ക് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രാജ്യം തകർന്നു പോകും. ഇതൊക്കെ നിയന്ത്രിക്കാൻ ഓരോ രാജ്യത്തിനും സ്വാതന്ത്ര്യമുണ്ടെന്നാണ് സങ്കല്പം. ഇറക്കുമതി ചുങ്കം ചുമത്താൻ ഓരോ രാജ്യവും ഡ്യൂട്ടി ചുമത്തി സ്വന്തം രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ സംരക്ഷിക്കാൻ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് വെപ്പ്. പക്ഷേ ഈ മുതലാളിത്തത്തിൻ്റെ ആഗോളവൽക്കരണ നയം വന്നപ്പോൾ ഓരോ രാജ്യത്തെയും ഭീഷണിപ്പെടുത്തി അത്തരം നിയന്ത്രണങ്ങളെല്ലാം നീക്കം ചെയ്യാൻ വൻകിട വികസിത മുതലാളിത്ത രാജ്യങ്ങൾ ശ്രമിച്ചു. അതാണ് ലിബറലിസം എന്ന് പറയുന്നത്. എല്ലാ നയങ്ങളിലും ഉദാരത. ഇത് മൂന്നാം ലോക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ പിന്നോക്ക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അവരൊക്കെയാണ് ഇതിൽ നിന്ന് പ്രതിസന്ധിയിലായത്. സമ്പന്ന മുതലാളിത്ത രാജ്യങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. യൂറോപ്പ്, അമേരിക്ക, അവർക്കൊന്നും ഇത് പ്രശ്നമല്ല. കാരണം അവർ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും സമ്പത്തിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് മുമ്പിൽ നിൽക്കുന്നവരാണ്. അവരെങ്ങനെയാണ് ഇങ്ങനെ മുന്നിൽ വന്നത്? അവരുടെ പ്രത്യേക കഴിവുകൊണ്ടോ, അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും വൈഭവം കൊണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്തോ അനുഗ്രഹം കൊണ്ടോ ഒന്നും സംഭവിച്ചതല്ല. പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത്? ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർക്ക് ആയുധബലത്തിലും മറ്റും നേടാൻ കഴിഞ്ഞ മുൻകൈ ഉപയോഗിച്ച് അവർ ലോകത്തെ കീഴടക്കി. അങ്ങനെ ലോകത്തിലെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളെയും അവർ കോളണികളാക്കി. ആ കോളണികളിൽ നിന്നുള്ള സമ്പത്ത് അവർ ബലം പ്രയോഗിച്ച് കവർച്ച ചെയ്തു കൊണ്ടുപോയി. അങ്ങനെയാണ് അവർ സമ്പന്നരായത്. ആ സമ്പത്ത് ഉപയോഗിച്ചാണ് അവർ ഗവേഷണം നടത്തിയത്, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്, സർവകലാശാലകൾ ഉണ്ടാക്കിയത്, പരീക്ഷണശാലകൾ ഉണ്ടാക്കിയത്, അവർ ലോകത്തിൻ്റെ നെറുകയിലെത്തിയത്. അല്ലാതെ അവർ നമ്മളെക്കാൾ വലിയ മുന്തിയവരായതുകൊണ്ടോ വെളുത്തവരായതുകൊണ്ടോ ഒന്നുമല്ല. കൊളോണിയലിസം, ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ള. ഇന്ത്യയിൽ നിന്ന് എത്ര കോടി രൂപയുടെ സമ്പത്താണ് ബ്രിട്ടൻ കൊണ്ടുപോയത്? ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യരെ കിണി വെച്ച് പിടിച്ച് കപ്പലിലിട്ട് കൊണ്ടുപോയാണ് അമേരിക്കയിലെ തോട്ടങ്ങളിൽ ജോലി ചെയ്യിച്ച് അവിടുത്തെ സമ്പത്തുണ്ടാക്കിയത്. അന്ന് ആ തോട്ടം തൊഴിലാളികളുടെ ശരാശരി ആയുസ് 17 വയസ്സായിരുന്നു. 10-12 വയസ്സുള്ളപ്പോഴായി പിടിച്ചോണ്ട് വന്നത്. 5 കൊല്ലം കഴിയുമ്പോഴൊക്കെ ചത്തുപോകും. ഭക്ഷണമൊന്നും കൃത്യമായി കിട്ടില്ല. ചത്തുപോകുന്ന അവർക്കൊരു സങ്കടമില്ല. അതിന് പകരം കുറച്ച് പേരെ വീണ്ടും പിടിച്ചുകൊണ്ടുവരും. ഇങ്ങനെയാണ് ഇവരൊക്കെ സമ്പന്നന്മാരായത്. ലോകം കണ്ട ഏറ്റവും ബീഭത്സമായ കൊള്ള. അതിനെതിരായി കൊളോണിയൽ രാജ്യങ്ങൾ ഉയർത്തെഴുന്നേറ്റു, വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി, സമരങ്ങൾ നടത്തിയാണ് കൊളോണിയലിസം അവസാനിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ മധ്യത്തോടുകൂടി ഇന്ത്യ സ്വതന്ത്രമാകുന്നു, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാകുന്നു. അതിലേക്ക് ലോകത്തെ നയിച്ച ഒരു പ്രത്യേക സാഹചര്യമാണ് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് ശക്തികളുടെ മുന്നേറ്റം. സോഷ്യലിസ്റ്റ് ശക്തികളുടെ മുന്നേറ്റത്തിന് വഴികാട്ടിയായത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തങ്ങളാണ്.
1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ കാർൽ മാർക്സും എംഗൽസും ജനങ്ങളോട് പറഞ്ഞു, തൊഴിലാളികളോട് പറഞ്ഞു, ലോക തൊഴിലാളികളെ നിങ്ങൾ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കൈച്ചങ്ങലകൾ മാത്രമാണ്, കിട്ടാനുള്ളത് ഈ ലോകം മുഴുവനാണ്. ഈ ആഹ്വാനം പണിയെടുത്ത് കഷ്ടപ്പെടുന്ന, ഭക്ഷണം പോലും മര്യാദക്ക് കിട്ടാത്ത, അധ്വാനിക്കുന്ന മുഴുവൻ ജനതയെ ലോകമെങ്ങും ആവേശം കൊള്ളിച്ചു. അവർ സംഘടിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളൊക്കെ രൂപം കൊള്ളാൻ തുടങ്ങി. അങ്ങനെയാണ് ചിക്കാഗോയിൽ അവർ വലിയ ജാഥ നടത്തിയത് 1886. 8 മണിക്കൂർ ജോലി സമയം ക്രമീകരിക്കണം. 24 മണിക്കൂറും ജോലി ചെയ്യാൻ പറ്റില്ല. 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. ആ സമരത്തെ ആക്രമിച്ച് കുറേ ആൾ മരിച്ചു. അവരുടെ രക്തത്തിൽ മുക്കിയ ചെങ്കൊടി ഉയർത്തി തൊഴിലാളികൾ പ്രകടനം നടത്തി. അതിൻ്റെ ഓർമ്മയാണ് മെയ് ദിനം ലോകം മുഴുവൻ ആചരിക്കുന്നത്. മെയ് ഡേ സെലിബ്രേഷൻ ലോകം മുഴുവൻ. അത്തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ, ആശയങ്ങൾ, പ്രായോഗികമായ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അതിലൂടെ ലോകത്തൊരു വലിയ ജനവിഭാഗം ഈ ചൂഷണ വ്യവസ്ഥ തകർക്കാനുള്ള മുന്നേറ്റം നടത്തി. 1871 പാരീസ് കമ്മ്യൂൺ എന്ന് പറയുന്ന മഹത്തായ ഒരു സംഭവം ഉണ്ടായി. പാരീസിൽ നഗരത്തിൽ അവിടുത്തെ തൊഴിലാളികളും ജനങ്ങളെല്ലാം കൂടി ചേർന്ന് ഭരണം പിടിച്ചെടുത്തു. പക്ഷെ അധികകാലം നീണ്ടു നിൽക്കാൻ പറ്റിയില്ല, കുറച്ചു കാലേ നിന്നുള്ളൂ. പക്ഷേ അത് തകർക്കപ്പെട്ടെങ്കിലും ഈ ആശയവും മുന്നേറ്റവും തടയാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ റഷ്യയിൽ തൊഴിലാളി വർഗവും കൃഷിക്കാരും എല്ലാം കൂടി ചേർന്ന് 1917 അധികാരം പിടിച്ചെടുക്കുന്നു. തുടർന്ന് ലോകമെമ്പാടും അതിൻ്റെ ആവേശം ഉണ്ടാകുന്നു. 1948 ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെ നേതൃത്വം അധികാരം പിടിച്ചെടുക്കുന്നു. ലോകത്തെല്ലായിടത്തും ഈ വലിയ ആവേശം ഉണ്ടായി. 2ാം ലോകമഹായുദ്ധാനന്തരം യൂറോപ്പിലെ വലിയൊരു ഭൂപ്രദേശം മുഴുവൻ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ കീഴിലേക്ക് വരുന്നു. റുമാനിയ, ചെക്കോസ്ലോവാക്കിയ, പോളണ്ട്, ഹംഗറി തുടങ്ങിയ ഒരു ഡസനോളം രാജ്യങ്ങൾ. ജർമ്മനിയുടെ പകുതി സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് രൂപത്തിലേക്ക് വരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ ക്യൂബ, ഏഷ്യയിൽ കൊറിയ, വിയറ്റ്നാം, ഇങ്ങനൊരു ലോകമുണ്ടായപ്പോൾ ആ പുതിയ ആശയം ലോകത്തിലുള്ള എല്ലാ തൊഴിലാളികളെയും ആവേശം കൊള്ളിച്ചു. ഇതിനെ എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ ലോകം മുഴുവൻ മുതലാളിത്ത വ്യവസ്ഥ, ഈ ചൂഷണ വ്യവസ്ഥ തകർന്നു പോകുമെന്ന് മുതലാളിത്തം ഭയപ്പെട്ടു. അപ്പം മുതലാളിത്തത്തിന് ലോകം മുഴുവൻ നടന്ന് സമ്പത്ത് കവർച്ച ചെയ്യാനും സമ്പത്ത് സംസ്കരിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലോകം മുഴുവൻ വിൽക്കാനുമുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഒരു ലോകം മറ്റുള്ളവരുടെ കയ്യിലായി. ആ പുതിയ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി മുതലാളിത്തത്തെ ഉപദേശിക്കാൻ ചില ബുദ്ധിജീവികൾ രംഗത്ത് വന്നു. മുതലാളിത്ത സൈദ്ധാന്തികന്മാർ. അതിലൊരു പ്രമുഖനാണ് കെയ്ൻസ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, മെയ്നാൾഡ് കെയ്ൻസ്. അദ്ദേഹം മുതലാളിത്തത്തെ ഉപദേശിച്ചു. അമേരിക്ക നേതൃത്വം നൽകുന്ന ലോക മുതലാളിത്തത്തെ, നിങ്ങൾ ഈ വ്യവസായമൊക്കെ നടത്തി ഉണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ വാരിക്കൂട്ടി ഒതുക്കി വെച്ചാൽ അധികകാലം ഇത് നിലനിൽക്കില്ല. ഈ സൃഷ്ടിക്കുന്ന സമ്പത്തിൻ്റെ ഒരു പങ്ക് ജനങ്ങൾക്ക് തിരിച്ചു നൽകണം, വീതിച്ച് നൽകണം. അവരുടെ ജീവിതക്ഷേമത്തിനായി അവർക്ക് ചികിത്സ നൽകുക, വിദ്യാഭ്യാസം നൽകുക, പാർപ്പിടം ഉണ്ടാക്കാൻ സൗകര്യം നൽകുക. ഇതിനൊക്കെ കുറച്ച് പണം ചെലവഴിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ കമ്പോളം വികസിക്കൂ. പണ്ട് എന്തുണ്ടാക്കിയാലും ലോകം മുഴുവൻ വിൽക്കാമായിരുന്നു. ആ ലോകം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിലവിലുള്ള കമ്പോളത്തെ വികസിപ്പിക്കാൻ ഇത് മാത്രമാണ് വഴി. ഡിമാൻഡ് മാനേജ്മെന്റ് എന്നാണ് ആ സിദ്ധാന്തത്തിന് അവർ പേര് പറഞ്ഞത്. കെയ്ൻസിന്റെ സിദ്ധാന്തം അനുസരിച്ച് തൊഴിൽ ചെയ്യുന്നവർക്ക് ചില ആനുകൂല്യങ്ങളും ആശ്വാസ പദ്ധതികളും അതുവരെ ഉണ്ടായിരുന്ന നയങ്ങളിൽ ചില മാറ്റങ്ങളും മുതലാളിത്തം ആവിഷ്കരിച്ചു. അക്കാലത്താണ് ലോക തൊഴിലാളി സംഘടന എന്ന് പറയുന്ന ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനൊക്കെ രൂപം കൊണ്ട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മാത്രം ഉണ്ടാക്കിയതൊന്നും അല്ലത്. ഈ മുതലാളിത്ത രാജ്യങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയത്. 8 മണിക്കൂർ ജോലി എന്ന തത്വം അംഗീകരിക്കുന്നു, തൊഴിലാളികളുടെ ചില വ്യവസ്ഥകൾ അംഗീകരിക്കുന്നു. ഇതൊക്കെ അക്കാലത്തുണ്ടായി.
ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശങ്ങൾ കൊടുക്കുന്നു, ചില സാമൂഹ്യക്ഷേമ പദ്ധതികൾ വരുന്നു, തൊഴിലാളികളുടെ കൂലിയിലൊക്കെ കാലോചിതമായ മാറ്റം വരുന്നു, മിനിമം വേജ് എന്ന തത്വം അംഗീകരിക്കുന്നു. ഇതൊക്കെ ആ കാലത്തുണ്ടായതാണ്. മുതലാളിത്തത്തിൻ്റെ പല്ലിൻ്റെ ശൗര്യം കുറഞ്ഞതല്ല. അത് പ്രയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസത്തിൻ്റെ കരുത്ത് അപ്പുറത്തുള്ളതുകൊണ്ട് ഇപ്പുറം തകരാതിരിക്കാൻ അവർ കണ്ടെത്തിയ ചില രൂപങ്ങളാണ്. അതിലാണ് ലോകം അഭിവൃദ്ധിപ്പെട്ടത്, കമ്പോളം വികസിച്ചു. അപ്പോൾ ഉൽപ്പാദനം നടത്താൻ കൂടുതൽ അവസരം കിട്ടി, ഉൽപ്പാദനം ശക്തിപ്പെട്ടു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലോകത്തെ കീഴടക്കുന്നതിനും ഉൽപ്പാദന രംഗത്ത് മേധാവിത്വം സ്ഥാപിക്കുന്നതിനുമുള്ള ധാരാളം പരിശ്രമങ്ങൾ ഈ മുതലാളിത്ത ലോകത്ത് നടന്നു. വലിയ സമ്പത്തുണ്ടല്ലോ അവർക്ക്, ഗവേഷണ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ. ആ ഗവേഷണ സ്ഥാപനങ്ങളിലൂടെ പുതിയ പലതും അവർ കണ്ടുപിടിച്ചു, പുതിയ സാങ്കേതിക വിദ്യകൾ. സോവിയറ്റ് യൂണിയൻ വളരെ പിന്നോക്കം നിന്നിരുന്നൊരു രാജ്യത്ത് പുതിയ ഭരണകൂടം സ്ഥാപിച്ച് മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നേ ഉള്ളൂ. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെട്ടിരുന്ന രാജ്യമാണ് റഷ്യ. അത്ര ദരിദ്രമായിരുന്നു. അവർക്ക് ഒരു രാജ്യവും കോളനി ഉണ്ടായിരുന്നില്ല. ബ്രിട്ടനെ പോലെ, ഫ്രാൻസിനെ പോലെ, ജർമ്മനിയെ പോലെ, അമേരിക്കയെ പോലെ സമ്പന്നമാകാൻ അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് സോഷ്യലിസ്റ്റ് ഭരണകൂടം വന്നു എന്നതുകൊണ്ട് മാത്രം ഈ സമ്പന്ന യൂറോപ്യൻ രാജ്യങ്ങളെ നേരിടാനുള്ള കരുത്തൊന്നും അവർക്കില്ല. അവർ കരുത്ത് നേടിക്കൊണ്ടിരുന്നു. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ കരുത്ത് നേടിക്കൊണ്ടിരുന്നു. ആദ്യമായി ഒരു മനുഷ്യനെ ബഹിരാകാശത്തയച്ചത് സോവിയറ്റ് യൂണിയനാണ്. അതിനേക്കാൾ വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കക്ക് പോലും അന്ന് കഴിഞ്ഞില്ല. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പാർലമെന്റിന്റെ മുമ്പിൽ തലകുനിച്ച് നിന്ന് 10 വർഷത്തിനുള്ളിൽ അമേരിക്കയും ഒരു മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കുമെന്ന് പറയാനേ കഴിയുമായിരുന്നു. അത്ര മുന്നേറ്റമുണ്ടാക്കിയിരുന്നു. മനുഷ്യ വിഭവശേഷിയെ കെട്ടഴിച്ചുവിട്ട് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്കും കഴിഞ്ഞെങ്കിലും ലോകം മുഴുവൻ കൊള്ളയടിച്ചുണ്ടാക്കിയ അളവറ്റ സമ്പത്തിൻ്റെ കരുത്തും ആ സമ്പത്ത് ഉപയോഗിച്ച് നടത്തിയ ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ അവർ നേടിയ പുതിയ സാങ്കേതിക വിദ്യയും പുതിയ പ്രയോഗങ്ങളും ഉപയോഗിച്ച് അവർക്കുള്ള മുൻകൈ ഉപയോഗിച്ച് സോഷ്യലിസത്തെ തകർക്കാനും ലോകത്തിൻ്റെ മേൽ പഴയ മേധാവിത്വം സ്ഥാപിക്കാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ സമരത്തിൽ, വർഗസമരമാണത്, സോഷ്യലിസവും മുതലാളിത്തവും തമ്മിലുള്ള സമരത്തിൽ ഒരു ഘട്ടത്തിൽ സോഷ്യലിസത്തിന് കാലിടറി. 1990 സോവിയറ്റ് യൂണിയൻ തകർന്നു. അതിനൊക്കെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കുക. സോഷ്യലിസത്തിൻ്റെ കാലഹരണപ്പെടലോ മാർക്സിസം കാലഹരണപ്പെട്ടതോ ഒന്നുമല്ല അതിൻ്റെ കാരണം. അതൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളാണ്. ഇതിലേക്ക് ഈ മുതലാളിത്തത്തെ നയിച്ച സാഹചര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന്, കെയ്നീഷ്യൻ സിദ്ധാന്തങ്ങൾ, ഡിമാൻഡ് മാനേജ്മെൻറ്റ്. 2, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർ കൈവരിച്ച മുന്നേറ്റങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സംവിധാനങ്ങൾ ഉയർന്നു വന്നത് അമേരിക്കയിലാണ്. വലിയ ഗവേഷണത്തിനും പുതിയ കണ്ടുപിടുത്തത്തിനും ഒരുപാട് പണം അവർ വിനിയോഗിച്ചു. ആധുനിക കണ്ടുപിടുത്തങ്ങളിലൂടെ അത്യന്താധുനിക യന്ത്രങ്ങളും സംവിധാനങ്ങളും ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള വലിയ കഴിവ് അവർ ആർജിച്ചു. വലിയ സമ്പന്ന രാജ്യമായിട്ട് അവർ മാറി. സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ലോകം അവരുടെ നിയന്ത്രണത്തിലായി. പുതിയൊരു ലോകം നിലവിൽ വന്നു. സോവിയറ്റ് യൂണിയനെ പോലെ കരുത്തോടുകൂടി ഈ മുതലാളിത്ത ലോകത്തെ നേരിടാൻ മറ്റാർക്കും കഴിയുമായിരുന്നില്ല. അന്ന് മുതൽ ലോകം പുതിയ രൂപത്തിൽ കീഴടക്കാൻ, എന്ന് വെച്ചാൽ സൈനിക ശക്തി ഉപയോഗിച്ച് ഒരു ലോകത്തെ കീഴടക്കുന്നതിന് പകരം ലോകത്തിലെ സമ്പത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവർ കണ്ടുപിടിച്ച മാർഗങ്ങളാണ് ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. ലിബറലൈസേഷൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് നിയോ ലിബറലൈസേഷൻ, നിയോ ലിബറൽ നയങ്ങൾ. അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ. അത് പണ്ട് സൈന്യത്തെ അയച്ച് ഇന്ത്യയെ കീഴ്പ്പെടുത്തി ഇന്ത്യയിലെ സമ്പത്ത് കൊണ്ടുപോയി. ഇന്ന് ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ഇന്ത്യയുടെ സമ്പത്ത് കവർ ചെയ്യും. അതെങ്ങനെയാണ് കവർ ചെയ്യുന്നത്? ഒന്ന്, ഒരു രാജ്യവും ഇറക്കുമതിയുടെ മേൽ വലിയ നികുതി ചുമത്താൻ പാടില്ല എന്ന വ്യവസ്ഥ കൊണ്ടുവരികയാണ്. ഈ വ്യവസ്ഥ അംഗീകരിച്ചെങ്കിലേ നമുക്ക് അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ കിട്ടും. നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ, പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഇവിടെ ഉണ്ടാകുന്ന വരുമാനം കൊണ്ട് ചിലപ്പോൾ സാധിക്കാതെ വരുമ്പോൾ വിദേശ വായ്പകൾ വാങ്ങും.
സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ വികസിച്ചത് സോവിയറ്റ് യൂണിയന്റെ അളവറ്റ സഹായം കൊണ്ടാണ്. അടിസ്ഥാന ഖന വ്യവസായങ്ങളും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ നമ്മളെ സഹായിച്ചതെന്ന് സോവിയറ്റ് യൂണിയനാണ്. അന്ന് ലോകം സോഷ്യലിസവും മുതലാളിത്തവുമായി ചേരി തിരിഞ്ഞു നിൽക്കുക, ആ മുഖാമുഖം. അപ്പോൾ ഇന്ത്യയെ പോലുള്ളൊരു വലിയ രാജ്യം പൂർണ്ണമായും സോവിയറ്റ് യൂണിയന്റെ പക്ഷത്ത് ചേർന്നാൽ അത് അമേരിക്കക്കും ബ്രിട്ടനും ഒക്കെ മുതലാളിത്തത്തിന് വലിയ പ്രയാസം. അതുകൊണ്ട് പൂർണ്ണമായും മാറാതിരിക്കാൻ ചില സഹായം അവരും തന്നിരുന്നു. അത് സ്വീകരിച്ചാൽ നമ്മൾ വളർന്ന്. ചരടുകളില്ലാത്ത സഹായം എന്ന് വെച്ചാൽ നമ്മുടെ ആഭ്യന്തര സമ്പദ്ഘടനയെ കീഴ്പ്പെടുത്തണമെന്ന് താല്പര്യമില്ലാത്ത സഹായങ്ങളാണെന്ന് ലോകരാജ്യങ്ങൾ തന്നുകൊണ്ടിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി പിന്നെ സോവിയറ്റ് യൂണിയനും സോവിയറ്റ് പക്ഷവുമില്ലല്ലോ. പിന്നെ ആരെ പേടിക്കാൻ? ഈ മുതലാളിത്തം പുതിയ നയങ്ങളിലൂടെ ലോകരാജ്യങ്ങളുടെ മേൽ ആധിപത്യം പുലർത്താൻ ആരംഭിച്ച നയങ്ങളാണ് ഈ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ. ലോകം മുഴുവൻ ഒരു കമ്പോളമാക്കുക, ഇറക്കുമതി ചുങ്കം പരമാവധി കുറച്ച് ഏതും എവിടെയും ഇറക്കുമതി ചെയ്യാൻ കയറ്റുമതി ചെയ്യാനും സൗകര്യം ഉണ്ടാക്കണമെന്ന് അവർ വാദിച്ചു. ലോകം മുഴുവൻ കൊള്ളയടിച്ച് കിട്ടിയ സമ്പത്ത് ഉപയോഗിച്ച് ഗവേഷണ പ്രവർത്തനത്തിലൂടെ അവർ നേടിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത്രയും വിദ്യ നേടാത്ത മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയെപ്പോലെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്താൽ അതിനോട് നമ്മൾ എങ്ങനെ മത്സരിക്കും? നമ്മുടെ വ്യവസായങ്ങൾ പൂട്ടിപ്പോവും. നമ്മുടെ വ്യവസായങ്ങൾ പ്രവർത്തിച്ചാലേ നമ്മുടെ തൊഴിലാളികൾക്ക് ജോലി ഉണ്ടാവും. ആധുനിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നാൽ അത് വാങ്ങാൻ കഴിവുള്ള കുറച്ച് പേര് ഇവിടെയുണ്ട്, ഭൂരിപക്ഷം ജനങ്ങളില്ല. അപ്പോൾ ഈ ഇറക്കുമതിയുടെ മേൽ ഒരു ചുങ്കം ചുമത്താതെ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റില്ല. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച നയം ഇറക്കുമതി ബദൽ സാമ്പത്തിക നയമായിരുന്നു, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി. ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ഇറക്കുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തിന് 100% വരെ നികുതി ചുമത്തുമായിരുന്നു ഇന്ത്യ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 10 രൂപ വിലയുള്ള ഒരു സാധനം ഇന്ത്യയിൽ വന്നാൽ 20 രൂപയായി അതിൻ്റെ വില മാറും. അങ്ങനെ വില വർദ്ധിപ്പിച്ചത് എന്തിന്? ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കമ്പോളത്തിൽ വിൽക്കാൻ. ഇന്ത്യയിലെ കാറുകൾ, ഇന്ത്യയിലെ മോട്ടോർ സൈക്കിളുകൾ, ഇന്ത്യയിലെ യന്ത്രങ്ങൾ, ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ. ഇന്ത്യക്കാർക്ക് ജോലി കിട്ടണമെങ്കിൽ ഇത് വേണം, അല്ലെങ്കിൽ അമേരിക്കക്കാരനാ ജോലി കിട്ടുക, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരനാ ജോലി കിട്ടുക. അങ്ങനെയാണ് ഇന്ത്യയിൽ വ്യവസായ വളർച്ച ഉണ്ടായത്. 1, 2, 3, 4 പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ വികസിച്ചത് ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് ആ നയം സ്വീകരിക്കാൻ കരുത്തുറ്റ സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുണ്ടായിരുന്നു നമുക്ക്. ലോകം 2 ലോകമാണ്, മുതലാളിത്തം, സോഷ്യലിസ്റ്റ് ലോകം. ആ കരുത്തിലാണ് സ്വതന്ത്ര ഭാരതത്തിന് നേടാൻ പറ്റിയത്. സോവിയറ്റ് യൂണിയൻ പോയതോടുകൂടി നമ്മുടെ കരുത്ത് കുറഞ്ഞു. ലോകത്ത് മുതലാളിത്തം 1ാം സ്ഥാനത്ത് വീണ്ടും വന്നു. അതോടുകൂടി ഈ നയത്തിൽ മാറ്റം വന്നു. ലോകം മുഴുവൻ ഒരു കമ്പോളം. എന്തെങ്കിലും സഹായം വേണോ? നിങ്ങളുടെ ഇറക്കുമതി നയം മാറ്റണം, ഇറക്കുമതി ചുങ്കം പാടില്ല. ആ തരത്തിലുള്ള നയങ്ങളാണ് ഈ ആഗോളവൽക്കരണം, നവ ഉദാരവൽക്കരണം എന്ന് പറയുന്ന ഈ നയങ്ങൾ. അതിലൂടെ എന്ത് സംഭവിച്ചു? ഏത് ഉൽപ്പന്നവും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാമെന്നായി. മാത്രമല്ല, ഇന്ത്യയിലെ കുത്തക മുതലാളി വർഗം സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ചെറിയ ചെറിയ മുതലാളിമാരാണ്. സ്വാതന്ത്ര്യാനന്തരം അവർ തടിച്ചു കൊഴുത്തു. അവർ തടിച്ചു കൊഴുത്തത് ഇന്ത്യൻ ജനങ്ങളെയും ഇന്ത്യൻ സമ്പത്തിനെയും കൊള്ളയടിച്ചുകൊണ്ടാണ്. ഈ ബിർളയും ടാറ്റയും ഒക്കെ വളർന്നു വന്ന്, അല്ലാതെ വേറെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ഉരസിയപ്പോൾ സ്വർണം കിട്ടിയൊന്നുമല്ല. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഇന്ത്യയിൽ വൻകിട കുത്തക മുതലാളിമാർ കുറവായിരുന്നു. കുത്തക മുതലാളിമാരായി വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു ചെറിയ വിഭാഗം ഉണ്ടായിരുന്നു. ബിർള ഗ്രൂപ്പ് അന്നുണ്ടായിരുന്നു, ടാറ്റ മുതലാളിയുടെ ഗ്രൂപ്പ് അന്നുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തേതുപോലുള്ള വൻകിട മുതലാളിമാരല്ല. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിത്തക്ക വിധത്തിലുള്ള ഒരു ഭരണ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതം നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച്. അതെങ്ങനെയാ? വ്യവസായ മേഖലയിലൊക്കെ സ്വകാര്യ മൂലധനം മുടക്കാനുള്ള അനുമതി കൊടുത്തു. അതിനന്ന് ന്യായം പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിന് നികുതി പിരിച്ച് ഇതൊന്നും മുടക്കാൻ കഴിയില്ല. ശരിയായിരുന്നു. അതുകൊണ്ട് പ്രധാനപ്പെട്ട വ്യവസായ മേഖലയൊക്കെ സ്വകാര്യ മുതലാളിമാർക്ക് മുതൽ മുടക്കാൻ അനുമതി കൊടുത്തു. ഇറക്കുമതിയെ കർശനമായി തടഞ്ഞു. അപ്പം ഇന്ത്യയിൽ
വളരെ പിന്നോക്കം നിന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതും ഈ വിശാലമായ രാജ്യത്ത് വിൽക്കാൻ സാധിച്ചു. അങ്ങനെ ഇന്ത്യയിലെ മുതലാളിമാരുടെ മൂലധനം ശക്തിപ്പെടാൻ തുടങ്ങി, വളരാൻ തുടങ്ങി. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഒരു വർഷത്തിൽ 220% എന്ന തോതിലാണ് ഇന്ത്യയിലെ മുതലാളിമാരുടെ ആസ്തി വർദ്ധിച്ചുകൊണ്ടിരുന്നത്. 100-ന് 220 എന്ന തോതിൽ വർദ്ധിക്കുകയാണ്. മുതലാളിത്തം വളർന്നു, നമ്മുടെ വ്യവസായങ്ങൾ വളർന്നു, രാജ്യം കുറച്ചൊക്കെ അഭിവൃദ്ധിപ്പെട്ടു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കൊടും പട്ടിണി ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. കൃഷി അഭിവൃദ്ധിപ്പെട്ടു. നാടുവാഴിത്ത വ്യവസ്ഥ അവസാനിപ്പിക്കാതെ, ജന്മിത്ത് അവസാനിപ്പിച്ചത് കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും മാത്രമാണ്. കാശ്മീരിൽ അത് അതിർത്തി സംസ്ഥാനമായതുകൊണ്ട് ഒരു പ്രത്യേക കാരണം കൊണ്ട് ചെയ്തു. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നാടുവാഴിത്തമുണ്ട്, ഇന്നുണ്ട്. ഈ നാടുവാഴി വർഗവും കുത്തക മുതലാളി വർഗവും ചേർന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. നാടുവാഴിത്തം അവസാനിച്ച് കൃഷിഭൂമി കർഷകന് കിട്ടിയാൽ അതിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന വരുമാനം കർഷകൻ്റേതാവും. ആ വരുമാനം ഉപയോഗിച്ച് വ്യവസായങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുമ്പോൾ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ കമ്പോളം വികസിക്കും. ഇങ്ങനെയാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുക. പക്ഷെ നാടുവാഴിത്തം അവസാനിക്കാതെ വന്നപ്പോൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമീണ ജനത പട്ടിണിക്കാരും ദരിദ്രരുമായി തന്നെ കഴിയേണ്ടി വന്നു. ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞുപോയ ഇന്ത്യയിൽ ഒഴിവുണ്ടായ ഗ്യാപ്പിലേക്ക് നമ്മുടെ വ്യവസായങ്ങൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിൽക്കാനെത്തിയപ്പോൾ അത് ചൂടപ്പം പോലെ വിറ്റു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കമ്പോളം സാച്ചുറേറ്റായി. പിന്നെ അത് മുന്നോട്ട് പോവില്ല. പിന്നെയും കമ്പോളം തുറന്നു കിട്ടണമെങ്കിൽ, പിന്നെയും വികസിക്കണമെങ്കിൽ പുതിയ മാർഗം സ്വീകരിക്കണം. ആ മാർഗം എന്താ? ഇന്ത്യൻ കുത്തക മുതലാളിമാരും ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും നയം ഇന്ത്യ സ്വീകരിക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. അല്ലാതെ ഇന്ത്യയുടെ മുതലാളി വർഗം കീഴ്പ്പെട്ടു കൊടുത്തതല്ല, അവർ കീഴടങ്ങിയതല്ല ലോക മുതലാളിത്തത്തിന് മുമ്പിൽ. അവരുമായി സഹകരിക്കാൻ പോയതാണ്, അവരുടെ നിലനിൽപ്പിന് വേണ്ടി. അങ്ങനെയാണ് ഇന്ത്യയിൽ ഇത് വന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് വിദേശ സാങ്കേതിക വിദ്യകൾ ഇറക്കുമതി ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചത്. ഇന്ത്യയിൽ അതുവരെ കാർ നിർമ്മാണത്തിന്റെ നമ്പർ 1 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. അംബാസഡർ കാർ, പിന്നെ ഫിയറ്റ് കാർ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കമ്പനി, 2-3 ചെറിയ കമ്പനികളുണ്ട്. വൻകിട കമ്പനി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, ബിർളയുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. എവിടെ ചെന്നാലും അംബാസഡർ കാറാണ്. അതിനേക്കാൾ സാങ്കേതിക മേന്മ കൂടിയതും ഫ്യുവൽ എഫിഷ്യൻസി ഉള്ളതുമായ നിരവധി കാർ മോഡലുകൾ ലോകത്തപ്പോൾ വന്നിട്ടുണ്ട്. അവരുമായി കൂട്ടു സംരംഭങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യയിലെ മുതലാളി വർഗം താല്പര്യപ്പെട്ടു. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് സമ്പത്ത് വാരിക്കൂട്ടാൻ. അങ്ങനെയാണ് രാജീവ് ഗാന്ധി സുസുക്കിയുമായി കരാറുണ്ടാക്കി മാരുതി കാർ നിർമ്മാണത്തിനുള്ള സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. മാരുതിയുമായി കരാറുണ്ടാക്കുമ്പോൾ, സുസുക്കിയുമായി കരാറുണ്ടാക്കുമ്പോൾ അവർ തരുന്ന സാങ്കേതിക വിദ്യക്കും അവരവിടെ നിർമ്മിച്ചു കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്കും ഇവിടെ വിദേശ നാണയത്തിൽ വില കൊടുക്കണം. ഇന്ത്യൻ രൂപയെ കൊടുത്താൽ പോരാ. അതിന് മാത്രം വിദേശ നാണയം നമുക്ക് മിച്ചമായി കിട്ടാനില്ല. നമ്മളൊന്നും കയറ്റുമതി ചെയ്യുന്നില്ല കാര്യമായിട്ട്, കുറച്ച് ചെമ്മീനും കുറച്ച് കശുവണ്ടി പരിപ്പും അല്ലാതെ. അപ്പം അതിനുള്ള പണം വായ്പ എടുത്തു വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്, IMF, വേൾഡ് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്. ഈ സാങ്കേതിക വിദ്യകൾ ഇവിടെ കൊണ്ടുവന്ന് പുതിയ കാറുകൾ നിർമ്മിച്ചാൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ വിൽക്കാം എന്നായിരുന്നു ധനകാര്യ വിദഗ്ധന്മാരുടെ കണക്കുകൂട്ടൽ. രാജീവ് ഗാന്ധിയും പറഞ്ഞു പുത്തൻ സൂര്യോദയ വ്യവസായങ്ങൾ. BPL എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി ജർമ്മനിയിലെ സാനിയോ കമ്പനിയുമായി ചേർന്ന് BPL സാനിയോ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ. ഹീറോ എന്ന് പറയുന്ന ലൂധിയാനയിലെ സൈക്കിൾ കമ്പനി ഹോണ്ടയുമായി ചേർന്ന് ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിൾ. DCM എന്ന് പറയുന്നൊരു കമ്പനി DCM ടൊയോട്ട, ഒരു ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ്. ഇങ്ങനെ ഇരട്ട പേരുള്ള കുറേ ഉൽപ്പന്നങ്ങളുടെ ഒരു ഘോഷയാത്രയുണ്ടായി. ഇതൊക്കെ പുതിയ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്, രാജീവ് ഗാന്ധിയുടെ കാലത്ത് സംഭവിച്ചത്. ഈ ഉൽപ്പന്നങ്ങൾ വന്നപ്പോൾ ഒരു പീസും കയറ്റുമതി ചെയ്യേണ്ടി വന്നില്ല, ഒക്കെ ഇന്ത്യയെ തന്നെ വിൽക്കാൻ പറ്റി. 1947 ശേഷം
90-കളായപ്പോഴേക്ക് ഇന്ത്യയിലെ ജനങ്ങളിൽ ഒരു വിഭാഗം വില കൂടിയ സാധനങ്ങൾ വാങ്ങാൻ കഴിവുള്ളവരായി മാറിയിരുന്നു. ഒരു 20%, ഇന്ത്യയിലെ ജനങ്ങളുടെ 20-25%. അന്ന് 100 കോടി ജനങ്ങളുണ്ട്, 25 കോടി. അമേരിക്കയിലെ മൊത്തം ജനസംഖ്യ 28 കോടി, ബ്രിട്ടനിലെ മൊത്തം ജനസംഖ്യ 8 കോടി, ജർമ്മനിയിൽ 6 കോടി, ഫ്രാൻസിൽ 4 കോടി. ഒരു വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ എന്തെല്ലാം വിൽക്കാൻ കഴിയോ അതൊക്കെ ഇന്ത്യ വിൽക്കാൻ പറ്റും. ഇന്ത്യ ദരിദ്ര രാജ്യമാണ്, ഭൂരിപക്ഷം ദരിദ്രരാണ്, ഉടുതുണിക്കും മറുതുണിയില്ലാത്തവരാണ്, വിശപ്പടക്കാൻ ഭക്ഷണം കിട്ടാത്തവരാണ്, മര്യാദക്ക് ജോലിയില്ലാത്തവരാണ്, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിയാത്തവരാണ്. ഇന്നും അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ ദരിദ്ര രാജ്യത്ത് കോൺട്രാക്ടർമാർ, വ്യവസായികൾ, വ്യാപാര പ്രമുഖന്മാർ, നാടുവാഴികൾ, വ്യവസായികൾ, ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, കോൺട്രാക്ടർമാർ, ഇങ്ങനെയുള്ള ഒരു വിഭാഗം ജനത, മൊത്തം ജനങ്ങളുടെ 20% അവർ സാമ്പത്തികമായി കഴിവുള്ളവരായി, പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ളവരായി. അതുകൊണ്ട് പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്, വിദേശ പണം ഉപയോഗിച്ച്, വിദേശ ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിലുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഒരു പീസ് പോലും കയറ്റുമതി ചെയ്യേണ്ടി വന്നില്ല. ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ തന്നെ വിറ്റു. എന്തായിരുന്നു ഡിമാൻഡ്? നമ്മുടെ പഴയ ജാവ മോട്ടോർ സൈക്കിൾ കോഴിക്കോട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരുവനന്തപുരത്ത് ശബ്ദം കേൾക്കും. ഹോണ്ട മോട്ടോർ സൈക്കിൾ അടുത്ത് വന്നു നിന്നാൽ പോലും ശബ്ദം കേൾക്കില്ല. എന്തൊരു സ്മൂത്തായ ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള വെഹിക്കിൾ. മാരുതി കാറുകൾ, അംബാസഡർ കാറിനെ കവച്ചു വെച്ചു. അംബാസഡർ കാർ ഇപ്പോൾ പൂട്ടിപ്പോയി. എല്ലാം വളരെ മിന്നൽ വേഗത്തിലാണ് നടന്നത്. ഇതിനു വേണ്ടിയ വിദേശ വായ്പ തിരിച്ചടക്കാൻ പറ്റിയില്ല. കാരണം കയറ്റുമതി ചെയ്താലേ വിദേശ നാണയം കിട്ടും. കയറ്റുമതി ഇന്ത്യയിൽ കുറവാണ്. ഈ വിദേശ നാണയത്തിൻ്റെ പ്രതിസന്ധി രൂക്ഷമായി. ഇന്ത്യ വിദേശ നാണയ പ്രതിസന്ധിയിലായി. 1980-കളിൽ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് റിസർവ് ബാങ്കിലെ കുറച്ച് സ്വർണം വിൽപ്പന നടത്തിയിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ ചെലവ് നടത്തിയത്. അത്രമാത്രം പ്രതിസന്ധിയിലായി. ഇതിൻ്റെ പേര് പറഞ്ഞ്, ഈ പ്രതിസന്ധിയുടെ പേരും പറഞ്ഞ്, ഈ പ്രതിസന്ധി ഭരണവർഗം ഉണ്ടാക്കിയതാണ്. കോൺഗ്രസും ഇന്ത്യയിലെ കുത്തക മുതലാളിത്തവും ഉണ്ടാക്കിയതാണ്. ആ പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാണ് ഇന്ത്യൻ കമ്പോളം തുറന്നു കൊടുക്കാൻ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് വന്നപ്പോൾ തീരുമാനിച്ചത്. ഔപചാരികമായി ആഗോളവൽക്കരണ നയം സ്വീകരിക്കുന്നത്, ഉദാരവൽക്കരണ നയം സ്വീകരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ മുമ്പ് തന്നെ ഇന്ത്യ ഗവൺമെൻറ് ആ നയത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷെ ഔപചാരിക പ്രഖ്യാപനം മൻമോഹൻ സിംഗ് നടത്തി. മൻമോഹൻ സിംഗ് പറഞ്ഞു, ഇനി ഈ കളരിയിൽ നമുക്ക് പിൻവാങ്ങി നിൽക്കാൻ ഇടമില്ല. കളരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം വെട്ടുമ്പോൾ, പയറ്റുമ്പോൾ ഒരാൾ ഇങ്ങനെ അടവ് പുറകോട്ട് നീങ്ങിയാൽ ആ കളരിയുടെ മതിലിൽ ചെന്ന് ഇടിക്കും. അതുപോലെ നാം ഒരു മതിലിൽ ഇടിച്ചിരിക്കുക. ഇനി ഈ പഴഞ്ച നയവുമായി പോകാൻ പറ്റില്ല. അതുകൊണ്ട് തുറന്ന സാമ്പത്തിക നയത്തിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാജ്യവും ഈ ഉദാരവൽക്കരണ നയത്തിലേക്ക് മാറിയത്. ലോകം മുഴുവൻ, ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളെ ഈ നയത്തിനുള്ളിലേക്ക് ഈ സാമ്രാജ്യത്വം കൊണ്ടുപോയി. അങ്ങനെയാണ് ഈ ഉദാരവൽക്കരണ നയം ഇന്ന് ലോകത്തെ ഗ്രസിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നത് ലോകത്താകെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ഇന്ത്യയിലെ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. ഇന്ത്യ രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. ഏതാണ്ട് 50-55 കോടിയോളം മനുഷ്യർ ഇന്ത്യയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. 140 കോടി ജനങ്ങളിൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും സീനിയർ സിറ്റിസൺസും വിദ്യാർത്ഥി പ്രായത്തിലുള്ളവരെയും മാറ്റി നിർത്തിയാൽ ഒരു 80 കോടി മനുഷ്യരുണ്ടാവും. ആ 80 കോടിയിൽ 55-60 കോടിയിൽ താഴെ ആളുകൾ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ, കാർഷികേതര ജോലികൾ ചെയ്യുന്നവർ. ഈ 60 കോടി അല്ലെങ്കിൽ 58 കോടി മനുഷ്യരിൽ സ്ഥിരമായ ജോലിയും സ്ഥിരമായ ഒരു ശമ്പളവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം 5 കോടി ആളുകൾക്കാണ്. അതിൽ സർക്കാർ ജീവനക്കാർ, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ, പട്ടാളക്കാർ, പോലീസുകാർ, ബാങ്ക് ജീവനക്കാർ, ഇൻഷുറൻസ് ജീവനക്കാർ, പൊതുമേഖലാ കമ്പനികളിലെ ജീവനക്കാർ, വൻകിട സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർ, ഇവരെല്ലാം ഉൾപ്പെടും. അവർക്ക് സാമാന്യം മെച്ചപ്പെട്ട ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടുന്നുണ്ട്. ബാക്കി വരുന്ന 50, 52, 54 കോടി ഇന്ത്യയിലെ മനുഷ്യർ തൊഴിൽ ചെയ്യുന്നവരിൽ 25 കോടിയോളം കർഷക തൊഴിലാളികളാണ്. അവരിൽ മഹാഭൂരിപക്ഷത്തിനും ഒരു വർഷത്തിൽ 1 മാസമോ 1.5 മാസമോ ആണ് ജോലി കിട്ടുക. വിളവെടുക്കുമ്പോഴും
കൃഷി ഇറക്കുമ്പോഴും. ബാക്കി ദിവസങ്ങളിൽ കന്നുകാലി വളർത്തലോ വൻ നഗരങ്ങളിൽ തെരുവ് കച്ചവടം ചെയ്യലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യുന്ന മൈഗ്രേഷൻ, കുടിയേറ്റമോ നടത്തുകയല്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ല. അവരാണ് ഈ കേരളത്തിലേക്ക് വരുന്ന മൈഗ്രൻ്റ് ലേബേഴ്സ്. 30 ലക്ഷത്തോളം ആളുകൾ. ബോംബെ, ഡൽഹി ഇതുപോലുള്ള നഗരങ്ങളിൽ തെരുവ് കച്ചവടം നടത്താം. നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായി ഇഷ്ടിക ചുട്ടെടുക്കുന്ന ഇഷ്ടിക ചൂളകളിൽ പോയി ജോലി ചെയ്യാം. വലിയ കെട്ടിട നിർമ്മാണം നടക്കുന്ന സൈറ്റിൽ, റോഡ് നിർമ്മാണ സൈറ്റിൽ പോയി ജോലി ചെയ്യാം. അവർക്ക് 8 മണിക്കൂർ ജോലി എന്ന തത്വമില്ല. അവർക്ക് പ്രൊവിഡന്റ് ഫണ്ട് ഇല്ല, അവർക്ക് ESI ഇല്ല, അവർക്ക് മിനിമം കൂലി ഇല്ല, അവർക്ക് പെൻഷൻ ഇല്ല. അവരുടെ കുഞ്ഞുങ്ങൾക്ക് മര്യാദയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റില്ല. അവർക്ക് നല്ല വസ്ത്രങ്ങളില്ല, അവർക്ക് വീടുകളില്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷങ്ങളായി? ഈ ഉദാരവൽക്കരണ നയം ലോകത്ത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതത്തിൻ്റെ ഒരു കണ്ണാടിയാണ് നമ്മുടെ രാജ്യം. പക്ഷേ ഇതൊന്നും ജനങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കി ഈ വിപത്തിനെതിരായ പോരാട്ടത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മളെക്കാൾ ശക്തന്മാരാണ് നമ്മുടെ എതിരാളികൾ. അവർ വാർത്താ മാധ്യമങ്ങളെയും എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളെയും ഉപയോഗിച്ച് ഈ നയത്തിൻ്റെ, അവർ സ്വീകരിക്കുന്ന നയങ്ങളുടെ ഭരണ നേട്ടങ്ങളാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് ജനങ്ങളുടെ മനസ്സിലെത്തുന്നത്. ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും, അതിൽ പ്രധാനപ്പെട്ടവ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ നിയന്ത്രണത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണശാലകൾ എല്ലാം അവർ കൈയടക്കി വച്ചിരിക്കുക. അതിനെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കതിനുള്ള വിഭവങ്ങളില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മർഡോക്കിൻ്റെ സാമ്രാജ്യം വാർത്താവിനിമയ രംഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമേരിക്കൻ ഓൺലൈൻ എന്ന് പറയുന്ന IT കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ മേഖലയെ മുഴുവൻ കൈയടക്കി. അവരാണ് മനുഷ്യൻ്റെ അഭിരുചിയെ തീരുമാനിക്കുന്നത്, മനുഷ്യൻ്റെ ചിന്താഗതികളെ സ്വാധീനിക്കുന്നത്. ദരിദ്ര രാജ്യങ്ങളിലെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും വാൾട്ട് ഡിസ്നിയുടെ കാർട്ടൂൺ സുപരിചിതമാണ്. പ്രത്യേക പഠിപ്പൊന്നും വേണ്ട. ശീതള പാനീയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും കൊക്കക്കോളയാണ് മുന്നിൽ വരിക. ഭക്ഷണ ശൈലിയിൽ അവർ മാറ്റം വരുത്തുന്നു. ചോറും പരിപ്പും പയറും സാമ്പാറും എല്ലാം കൂട്ടിക്കുഴച്ച് തിന്നുന്നത് മാറി എല്ലാം ജങ്ക് ഫുഡിലേക്ക് മാറുകയാണ്. കെൻഡക്കി ഫ്രൈഡ് ചിക്കനും മെക്ഡൊണാൾഡ് ബർഗറും ഏത് ഗ്രാമത്തിലെയും അഭ്യസ്തവിദ്യരല്ലാത്തവരുടെയും ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമായി മാറുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നല്ല സിനിമകൾ, ഹോളിവുഡ് സിനിമകൾ, വിയറ്റ്നാമിൽ പോയി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ഒരു വലിയ സൈന്യത്തെ തകർത്ത ഫസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്ന സിനിമയിലെ സിൽവിസ്റ്റർ സ്റ്റാലൻ ലോകത്തിലെ ചെറുപ്പക്കാരുടെ ഹരമാണ്. എന്ന് വെച്ചാൽ ഈ വെളുത്ത ശരീരം, ആ രക്തമാണ് മറ്റതിനൊക്കെ മുന്തി നിൽക്കുന്നത് എന്ന സന്ദേശമാണ് ഇത്തരം സിനിമകളിലൂടെ ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. ഇതിനൊക്കെ കഴിയുന്നവരാണ് ഈ സാമ്രാജ്യത്വം. അളവറ്റ ധനത്തിന്റെ ശക്തിയോടുകൂടി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് നമുക്ക് നേരിടാനുള്ളത്. അതിൻ്റെ പതിപ്പുകളാണ് ഈ ഇന്ത്യയിലും കേരളത്തിലും നമുക്കെതിരായി പ്രവർത്തിക്കുന്നത്. അപ്പം എങ്ങനെ ഇതിനെ നേരിടാം? ഒന്ന്, ഈ വസ്തുതകൾ മനസ്സിലാക്കുക, പഠിക്കുക. പഠിക്കാനൊക്കെ ധാരാളം വഴികളും നമ്മൾ മുമ്പിലുണ്ട്. ഇതുപോലെ പ്രസംഗം കേൾക്കണമെന്ന് മാത്രമൊന്നുമില്ല. ധാരാളം പുസ്തകങ്ങളുണ്ട്, ധാരാളം ലേഖനങ്ങളുണ്ട്. സഖാവ് KT പോലുള്ള സഖാക്കൾ തന്നെ വളരെ ലളിതമായി ഇത്തരം കാര്യങ്ങൾ എഴുതിയ കൊച്ചു കൊച്ചു പുസ്തകങ്ങളുണ്ട്. വലിയ മുഷിഞ്ഞിരുന്ന് നിങ്ങൾ വായിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും ഒരുമിച്ച്, ഈ പട്ടിണി കിടക്കുന്നവരും തൊഴിലില്ലാത്തവരും എല്ലാം ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കാൻ മുന്നോട്ട് വന്നാൽ നിമിഷ നേരം കൊണ്ട് ഈ ഭരണകൂടം തകരും. അതുകൊണ്ട് ഒരിക്കലും ഒരുമിക്കാതിരിക്കാനാണ് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, പ്രദേശത്തിൻ്റെ പേരിൽ നിങ്ങളെ ഭിന്നിപ്പിക്കുന്നത്. ജാതീയമായ ബോധം ഉണ്ടാക്കുക, ജാതി ബോധത്തിൽ അങ്ങ് അഭിരമിക്കുക. എൻ്റെ ജാതി മറ്റെല്ലാ ജാതികളെക്കാളും മുമ്പിൽ. അതുപോലെ മതവിശ്വാസത്തെ അങ്ങനെ ആക്കുക, മതത്തിൻ്റെ തീവ്രവാദികളാക്കുക. ഈ നിലയിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ ഓരോ തീവ്രവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്? ആരാണ് ഈ തീവ്രവാദികളെ വളർത്തിയത്? ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ
തീവ്രവാദങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കൂട്ടരാണല്ലോ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ. ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദു തീവ്രവാദ ശക്തികൾ, RSS, ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊക്കെ പറയുന്ന വർഗീയ തീവ്ര ശക്തികൾ. ലോകത്തെടുത്താലോ ബൊക്കോ ഹറാം, IS, അൽ ഖ്വയ്ദ, താലിബാൻ തുടങ്ങിയ ഒട്ടേറെ ശക്തികൾ. ഇവരെല്ലാം വളർത്തിയെടുത്തത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അവരുപയോഗിച്ച ആശയങ്ങൾ, ഒന്ന് മൗലാന അബുൽ അല മൗദൂദി എന്ന് പറയുന്ന ആളാണ്. അയാൾ ഇന്ത്യയിൽ ജനിച്ച ആളാണ്. 1941 അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഹുക്കൂമത്തെ ഇലാഹി, ദൈവിക രാജ്യം, ദൈവത്തിന് മാത്രമേ രാജ്യഭരണം നടത്താൻ അവകാശമുള്ളൂ, മനുഷ്യർക്ക് അവകാശമില്ല. കാരണം ദൈവം സൃഷ്ടിച്ചതാണ് ഈ ഭൂമി. ആ ഭൂമിയിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ, മനുഷ്യർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ അവകാശമില്ല. ഇതാണ് അതിൻ്റെ സബ്സ്റ്റൻസ്. ഹസൻ അൽ ബന്ന എന്ന് പറയുന്നയാൾ ഈജിപ്തിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, മുസ്ലിം ബ്രദർഹുഡ്. ഇങ്ങനെ പലരും ഈ ആശയത്തെ വികസിപ്പിച്ചു. ആര്? അമേരിക്കൻ സാമ്രാജ്യത്വം. സോവിയറ്റ് യൂണിയൻ ഉയർന്നു നിൽക്കുന്ന കാലത്ത് ലോകത്ത് ഒരു രാജ്യത്തെയും അടിച്ചമർത്താനോ അടിമകളാക്കാനോ മുതലാളിത്തത്തിന് കഴിയുമായിരുന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉൾപ്പെടെ സോവിയറ്റ് യൂണിയന്റെ കരുത്തുള്ള കാലത്താണ്. 47-17 സോവിയറ്റ്. അതുകൊണ്ടാണ് സാമ്രാജ്യത്വം ദുർബലമായത്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ മോചിപ്പിക്കപ്പെട്ടത്, വിയറ്റ്നാം ജനങ്ങളുടെ പോരാട്ടം ജയിച്ചത്, ലോകം മുഴുവൻ ഈ മുന്നേറ്റം ഉണ്ടായത് സോവിയറ്റ് കരുത്താണ്. ആ സോവിയറ്റ് കരുത്തിനെ എങ്ങനെ നേരിടാം എന്ന് ഇവർ ഗവേഷണം നടത്തി. അതിലൊരു അമേരിക്കൻ ബുദ്ധിജീവി സാമുവൽ ഹണ്ടിങ്ടൺ, അദ്ദേഹത്തിൻ്റെ ചില കൂട്ടാളികളും ചേർന്ന് ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ് പശ്ചിമേഷ്യയിലെ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തീവ്രതരമാക്കി, തീവ്രവാദികളാക്കി വികസിപ്പിച്ച് സോവിയറ്റ് യൂണിയനെ നേരിടുക. പശ്ചിമേഷ്യയിൽ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം വികസിക്കുകയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധാനന്തരം നവസ്വതന്ത്ര രാജ്യങ്ങൾ എന്ന് പറയുന്ന ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ പക്ഷത്തേക്ക് ചാഞ്ഞില്ല. അമേരിക്കക്ക് എതിരൊന്നും ആയിരുന്നില്ല, പക്ഷെ അമേരിക്കൻ പക്ഷത്തായിരുന്നില്ല. അവർ മധ്യത്തിൽ നിന്ന് അല്പയിടത്തോട്ടായിരുന്നു. സോവിയറ്റ് യൂണിയനുമായിട്ടായിരുന്നു അധിക ബന്ധം. അവരാണന്ന് ഒരു ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കിയ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. നെഹ്റു, യുഗോസ്ലാവിയയിലെ മാർഷൽ ടിറ്റോ, ഈജിപ്തിലെ അബ്ദുൽ നാസർ, ഇന്തോനേഷ്യയിലെ അഹമ്മദ് സുകാർണോ, ഇവരൊക്കെ അതിൻ്റെ നേതാക്കന്മാരായിരുന്നു. 70 രാജ്യങ്ങൾ വരെ പങ്കെടുത്തു ഈ സമ്മേളനത്തിൽ, ചേരിചേരാ സമ്മേളനത്തിൽ. ഇതെല്ലാം കൂടി വന്നപ്പോൾ പശ്ചിമേഷ്യ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യം അമേരിക്ക, അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്ത് നിക്ഷേപമുള്ളത് അവിടുത്തെ മണ്ണിൻ്റെ അടിയിലാണ്. സൈബീരിയ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക നിക്ഷേപമുള്ള സ്ഥലം. ഇതിൻ്റെ മേലൊക്കെ ആധിപത്യം സ്ഥാപിക്കാൻ, സോവിയറ്റ് സ്വാധീനത്തിൽ നിന്ന് തന്നെ മുക്തമാക്കാൻ ഇസ്ലാമിക തീവ്രവാദികളെ വികസിപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചു. അവർ വികസിപ്പിച്ചെടുത്ത തീവ്രവാദികളാണ് ഈ IS, താലിബാൻ, ഈ പറയുന്ന എല്ലാ സംഘവും. അഫ്ഗാനിസ്ഥാനിൽ ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടായപ്പോൾ അതിനെ തകർക്കാൻ ഈ തീവ്രവാദികൾ ഉപയോഗിച്ചു, ഇസ്ലാമിക തീവ്രവാദം ഉപയോഗിച്ച്. ആ തീവ്രവാദികൾ ആയുധമണിഞ്ഞു. അവർക്ക് ആയുധ പരിശീലനം നൽകിയത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ ഇന്ന് കാണുന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഈ തീവ്രവാദികൾക്ക് പരിശീലനം നൽകാൻ അമേരിക്കൻ പട്ടാള ഉദ്യോഗസ്ഥന്മാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും വന്ന് 100 കണക്കിന് ഷെഡുകൾ കെട്ടി പരിശീലനം കൊടുക്കാൻ. ആ ഷെഡുകളെ മദ്രസ എന്ന് വിളിച്ചു. മദ്രസ മുസ്ലിങ്ങൾക്കറിയാം, ഇസ്ലാമിക പഠനം നടന്ന, കൊച്ചുകുട്ടികൾ പഠനം നടന്ന കേന്ദ്രങ്ങളാണ് മദ്രസ. അവിടെ എത്തി പഠിക്കാൻ വരുന്ന ഈ ആയുധ പരിശീലനത്തിന് വരുന്നവരെ വിദ്യാർത്ഥി എന്ന് വിളിച്ചു. അഫ്ഗാനിലെ ഭാഷ പഷ്തൂണാണ്. ആ പഷ്തൂൺ ഭാഷയിൽ വിദ്യാർത്ഥിയെ താലിബ് എന്നാ പറയുക. വിദ്യാർത്ഥി താലിബാൻ എന്ന പേര് വന്നത് അങ്ങനെയാണ്. അവരെ പരിശീലിപ്പിച്ചത് അമേരിക്കൻ പട്ടാള ഉദ്യോഗസ്ഥന്മാരാണ്. ആയുധം കൊടുത്തത് അമേരിക്കയാണ്. അങ്ങനെയാണ് പാകിസ്ഥാനിൽ ഈ തീവ്രവാദം മുഴുവൻ ശക്തിപ്പെട്ടത്, പാകിസ്ഥാനിൻ്റെ കേന്ദ്രമായത്. ആ ശക്തി ഉപയോഗിച്ചാണ് അവർ നജീബിൻ്റെ ഗവൺമെൻറ്റിനെ ആക്രമിച്ചത്. ഡോക്ടർ നജീബ് പ്രസിഡന്റ് ആവുമ്പോൾ സ്വന്തം നിലയിൽ പാകിസ്ഥാൻ വന്ന് അവർ നേരിടുമായിരുന്നു. പക്ഷേ ഈ ലോകം മുഴുവൻ ഈ മുതലാളിത്തം ആയുധം കൊടുത്തിട്ട് ഇവരെ ആക്രമിച്ചെന്തി. അപ്പോഴാണ് അവർ സോവിയറ്റ് യൂണിയൻ്റെ സഹായം തേടിയത്. സോവിയറ്റ് പട്ടാളം അവിടെ ചെന്നു, അതോടെ അവർ പിന്തിരിഞ്ഞു. അപ്പോൾ സോവിയറ്റ് യൂണിയനെതിരായി പിന്നെ കലാപം മുഴുവൻ.
ഇങ്ങനെ പശ്ചിമേഷ്യ മുഴുവൻ ഈ തീവ്രവാദം വ്യാപിച്ചു. അബ്ദുൽ നാസറെ വധിക്കാൻ പലപ്പോഴും ശ്രമിച്ചു. കാരണം നാസർ ഈ സാമ്രാജ്യത്വത്തെ അനുകൂലിച്ചില്ല. നാസറെ 2 തവണ കൊല്ലാൻ നോക്കി. നാസറിൻ്റെ കാലശേഷം അവിടെ അൻവർ സാദത്ത് ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഈ തീവ്രപക്ഷത്തിൽ ചേർന്നു. അങ്ങനെ പശ്ചിമേഷ്യയിൽ വലിയ സ്വാധീനം നേടാൻ കഴിഞ്ഞു. സൗദി രാജകുടുംബത്തെ അമേരിക്ക ചാക്കിലാക്കി. ലോക മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ളവരാണ് സൗദി രാജകുടുംബം. ഇസ്ലാമിൻ്റെ ആവിർഭാവം മുഹമ്മദ് റസൂലിൻ്റെ ജന്മസ്ഥലമായ മെക്കയും അന്ത്യം നടന്ന മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയോട് മുസ്ലിങ്ങൾക്കൊരു വൈകാരികമായ ബന്ധമുണ്ട്. അവിടുത്തെ രാജാവിനും അവിടുത്തെ ഫത്വ കൊടുക്കുന്ന മുഫ്തിക്കും വലിയ സ്ഥാനമുണ്ട്. അവരെ സ്വാധീനത്തിലാക്കി. അങ്ങനെയെല്ലാമാണ് ഈ പ്രതിവിപ്ലവം ലോകത്ത് മുഴുവൻ സംഘടിപ്പിച്ചത്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇന്ന് സുഡാനിലും അപ്പുറത്ത് സിറിയയിലും ഇറാഖിലും ലോകം മുഴുവൻ വ്യാപിച്ചത്. അതിൻ്റെ പാപഭാരമാണ് നമ്മളെല്ലാം പേറുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാ? തകർന്നുകൊണ്ടിരിക്കുന്ന ഈ മുതലാളിത്ത വ്യവസ്ഥയെ നിലനിർത്താൻ. മുതലാളിത്ത വ്യവസ്ഥ അതിനുള്ളിലുള്ള വൈരുദ്ധ്യം കൊണ്ട് തന്നെ തകരാൻ സാധ്യതയുള്ളതാണ്. അതിനെ ത്വരിതപ്പെടുത്തലാണ് വർഗസമരം കൊണ്ട് ചെയ്യുന്നത്. തൊഴിലാളി വർഗം, കൃഷിക്കാർ എല്ലാം ചേർന്ന് അതിൽ നിന്ന് ആ വർഗസമരത്തിലേക്ക് വരേണ്ടവരെ ഭിന്നിപ്പിക്കാൻ ജാതീയത, വർഗീയത, തീവ്രവാദം, മറുഭാഗത്ത് ആധുനിക ആയുധങ്ങളുടെ കണ്ടുപിടുത്തം, പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് 3ാം ലോക രാജ്യങ്ങളെ വീണ്ടും കീഴ്പ്പെടുത്തുക. ഈ തരത്തിലുള്ള വൈവിധ്യമാർന്ന തന്ത്രങ്ങളുമായിട്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ നേരെ തിരിയുന്നത്. അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ ഉദാരവൽക്കരണം എന്ന നയം ലോകത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഒന്ന്, കാർഷിക മേഖല തകർന്നു. ഉദാര വ്യാപാര കരാറുകളിലൂടെ അതാണ് കാർഷിക മേഖലയിലുണ്ടായ തകർച്ച. 2, വ്യവസായ മേഖല. നമുക്ക് സ്വന്തം നിലയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് കുറേ കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് കോളനി കാലത്തെ പോലല്ലേ, അന്ന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെക്കാൾ മുന്നിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക. അവർ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിൽ നിന്ന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് മാറി. കമ്പ്യൂട്ടറുകളും മറ്റും ഉപയോഗിച്ചിടത്തിൽ നിന്ന് കുറച്ചുകൂടി പുരോഗമിച്ച AI ഉപയോഗിക്കാൻ തുടങ്ങി. സ്വന്തമായി തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കാൻ കഴിവുള്ള യന്ത്രങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ. കമ്പ്യൂട്ടറുകൾക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുത്ത വിധത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. AI സ്വന്തം നിലയിൽ തന്നെ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാണ്. ഈ പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഉൽപ്പാദന മേഖലയിൽ ഉപയോഗിക്കുന്നു. ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ഒഴിവാക്കാൻ കഴിയുന്നു. തൊഴിലാളികൾ ജോലി ചെയ്യുന്നിടത്തെല്ലാം ഈ പുത്തൻ സാങ്കേതിക വിദ്യകൾ. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ തൊഴിലാളികൾ എന്ത് ചെയ്യും? തൊഴിലാളികളെ വെറുതെ വെച്ച് ശമ്പളം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നു. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. തൊഴിലാളി പ്രസ്ഥാനമോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ സാങ്കേതിക വിദ്യക്കെതിരല്ല. ഈ സാങ്കേതിക വിദ്യകൾ ഓരോന്ന് വന്നപ്പോഴും മനുഷ്യനെ തൊഴിലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കായികാധ്വാനമുള്ള ജോലി ചെയ്യുന്നിടത്താണ് കാറ്റുപയോഗിച്ച്, ഊർജം ഉപയോഗിച്ച് ചില യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാമെന്ന വസ്തുത മനുഷ്യൻ കണ്ടുപിടിച്ച്, കാറ്റ് എന്ന ഊർജത്തെ. അപ്പോൾ കുറച്ച് തൊഴിലാളികളുടെ ജോലി ഇല്ലാണ്ടായി. ആവി യന്ത്രം കണ്ടുപിടിച്ചത്, ജലശക്തി ഉപയോഗിച്ച് ഉൽപാദനം നടത്താനും വ്യവസായം നടത്താനും കണ്ടുപിടിച്ച്. അങ്ങനെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കണ്ടുപിടുത്തം, യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം, ആവി യന്ത്രങ്ങൾ, മറ്റേ മോട്ടോർ യന്ത്രങ്ങൾ, ഇങ്ങനെയാണ് മനുഷ്യൻ പുരോഗമിച്ചത്. അതിലൂടെയാണ് ഉൽപാദനം വർദ്ധിച്ച് വലിയ തോതിലുള്ള സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വർദ്ധിച്ച്. അവിടെ നിന്നാണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ, കമ്പ്യൂട്ടർ ഇതെല്ലാം വന്ന് ഇപ്പോൾ AI-യിലെത്തി നൽകി. ഇവിടെ നിൽക്കില്ല, ലോകം പിന്നെയും മുന്നോട്ട് പോകും. ഈ വിദ്യ മുഴുവൻ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചൂടെ? AI എന്ന സാങ്കേതിക വിദ്യ തടയാൻ പറ്റുമോ? നമുക്കതിനെ എതിർക്കാൻ പറ്റുമോ? പണ്ട് കമ്പ്യൂട്ടറുകൾക്കെതിരായി സമരം ചെയ്തിരുന്നൊരു കാലമൊക്കെ പറയാറുണ്ട്. ശരിയാണ്. തൻ്റെ ജോലി നഷ്ടപ്പെടുന്നു കാണുമ്പോൾ തൊഴിലാളികളുടെ ഒരു പ്രഥമ പ്രതികരണമാണ്. വയലുകൾ ഉഴുതുമറിക്കാൻ കാളകളെയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്.
ട്രാക്ടർ വന്നപ്പോൾ ഈ കാളകൾ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്നവരുടെ ജോലി പോയി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പാർട്ടി പ്രവർത്തകനായിരുന്ന കാലത്ത് മാവൂരിൽ തെങ്ങലക്കടവിൽ നിന്ന് മാവൂരിലേക്ക് കന്നുകൂട്ട് പണിക്കാരുടെ ഒരു ജാഥ നയിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കലയും ഈ കലപ്പയും കരിയും ഒക്കെ തോളത്ത് വെച്ചിട്ട് അവർ ജാഥ നടത്തി. ഇന്ന് ആരെങ്കിലും ആ ജാഥ നടത്തുമോ? അപ്പൊ സാങ്കേതിക വിദ്യയെയും മാറ്റങ്ങളെയും അല്ല നമ്മൾ എതിർക്കുന്നത്. ഈ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അതുപയോഗിച്ച് ഉൽപാദന പ്രവർത്തനം നടത്താൻ ഒരു തൊഴിലാളി 8 മണിക്കൂർ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധിക്കാതിരുന്നാൽ പോരെ? ഒരാൾ 4 മണിക്കൂർ ജോലി ചെയ്യാം. അങ്ങനെ വന്നാൽ ഉള്ള തൊഴിലാളികളെ ഷെയർ ചെയ്ത് ഈ ജോലികളിൽ ഏർപ്പെടുത്താം. 100 തൊഴിലാളികൾ ജോലി എടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവർ 8 മണിക്കൂർ വീതം ജോലി ചെയ്യുകയാണെങ്കിൽ 4 മണിക്കൂർ വീതം ജോലി ചെയ്താൽ മതി. ബാക്കി സമയം അവർക്ക് വിശ്രമിക്കാൻ കൊടുത്താൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോഴും എക്സസൈസ് വരുന്ന തൊഴിലാളികളെ പിരിച്ചുവിടാതെ അവരിതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ? അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കാരണം ഈ സാങ്കേതിക വിദ്യകൾ മുഴുവൻ മുതലാളിമാരുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടെയാണ് അവർ കാണുന്നത്. അതിലാണ് മാറ്റം വരേണ്ടത്. അതിനെതിരായിട്ടാണ് നമ്മൾ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തേണ്ടത്. ലോകത്ത് വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾ വരികയാണ്. ഈ ഗവേഷണ സ്ഥാപനങ്ങൾ, അമേരിക്കയിലാണ് ഏറ്റവും വലിയ സർവകലാശാല പ്രസ്ഥാനം തുടക്കം മുതലേ ഉയർന്നു വന്ന് അവരുൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങളാണ് ലോകം മുഴുവൻ. പോസ്റ്റ് മോഡേണിസം എന്ന ആശയം ഫ്രഞ്ചിൽ ഉയർന്നു വരുന്നതിന് മുമ്പേ അമേരിക്കയിൽ ആ ആശയം ഉയർന്നു വന്നിരുന്നു. ലോകത്തിന് മുഴുവൻ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് US. അത്തരത്തിലുള്ള എല്ലാ അറിവുകളും ഈ ചൂഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ എങ്ങനെയാണ്? അതിന് പകരം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയാലോ മനുഷ്യരാശിയുടെ ജീവിതം പുരോഗമിക്കും. 8 മണിക്കൂർ ജോലിക്ക് പകരം ഒരാൾ 4 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ ഒരു ദിവസത്തെ വേതനം അയാൾക്ക് ലഭിക്കുമെങ്കിൽ ബാക്കി സമയം ഗവേഷണത്തിന്, പഠനത്തിന്, കലാ ആസ്വാദനത്തിന് എല്ലാം ആ മനുഷ്യന് ഉപയോഗിക്കാം. ലോകത്തുണ്ടാകുന്ന എല്ലാ പുരോഗതിയുടെയും നേട്ടങ്ങൾ അനുഭവിക്കാൻ എല്ലാ മനുഷ്യർക്കും അവകാശമില്ലേ? പണമുള്ളവർക്ക് മാത്രം മതിയോ? എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും അത് ലഭ്യമാക്കുന്ന രാഷ്ട്രീയ കാലഘട്ടം, രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവണം. രാഷ്ട്രീയം സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന കാലം വരണം. ഇന്ന് സമ്പത്തുൽപാദന വ്യവസ്ഥയാണ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. അതിന് പകരം രാഷ്ട്രീയ നയങ്ങൾ, മനുഷ്യ നന്മയിലൂന്നിയ നയങ്ങൾ, എല്ലാവർക്കും തൊഴിൽ എന്ന് പറയുന്ന നയങ്ങൾ, സോഷ്യലിസം എന്ന് പറയുന്ന നയം, ഇതുപോലെയുള്ള രാഷ്ട്രീയ നയങ്ങൾ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ലോകം മാറിയാൽ മാത്രമേ ഇതിന് മാറ്റം വരാൻ പറ്റൂ. അതിനുള്ള ഒറ്റ മാർഗം മനുഷ്യർ സംഘടിക്കുക എന്നതാണ്. വിദ്യാർത്ഥികളും യുവാക്കളും തൊഴിലാളികളും കർഷകരും എല്ലാവരും സംഘടിച്ചു നിന്ന് മനുഷ്യത്വ വിരുദ്ധമായ ഈ മുതലാളിത്ത വ്യവസ്ഥക്കെതിരായ പോരാട്ടങ്ങൾ നടത്തുക. അങ്ങനെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ വന്നാൽ അതൊക്കെ പഴഞ്ചനാണ്, മുദ്രാവാക്യം വിളിക്കുന്നത് പഴഞ്ചനാണ് എന്നെല്ലാമുള്ള പ്രചാരവേല നടത്തും. ആ പ്രചാരവേല നടത്തുന്ന മുഴുവൻ ഉപകരണങ്ങളും ഈ മുതലാളിത്ത ശക്തികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് നാം മനസ്സിലാക്കണം. അതിനെ അതിജീവിക്കാൻ കഴിയണം. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ആവശ്യത്തിനും അനാവശ്യത്തിനും അതിൽ കാണുന്ന ഓരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമ്മുടെ തല കേടുവരുത്താൻ നോക്കരുത്. ആവശ്യത്തിന് ഉപയോഗിക്കണം. പക്ഷേ ഗൗരവമായ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും അതിൽ വാട്സപ്പിൽ മെസ്സേജ് നോക്കുന്ന സ്വഭാവം നമ്മളിൽ എത്ര പേർക്കുണ്ട്? പലർക്കും ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യം സീരിയസ് ആയിട്ട് നമുക്ക് തലയിൽ കയറാൻ പറ്റില്ല. അതിൽ കാണുന്ന കൊച്ചു കൊച്ചു തമാശകളിൽ ലോകം ഇങ്ങനെ, ജീവിതം ഇങ്ങനെ നിൽക്കുകയാണ് എന്ന ധാരണയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതിൽ നിന്ന് മാറി ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവമായി സമീപിക്കാൻ പറ്റണം. അതിനനുസരിച്ച് കാര്യങ്ങൾ പഠിക്കണം. വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം ഫോളോ ചെയ്യാൻ മറ്റുള്ളവരെക്കാൾ കഴിയും. കാരണം അവർ വൈബ്രൻ്റായ ഒരു പ്രായത്തിലാണ് നിൽക്കുന്നത്. ഏതിനെയും നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടാകുന്ന പ്രായമാണ് വിദ്യാർത്ഥികളുടെ പ്രായം എന്ന് പറയുന്നത്. അപ്പം അവരെല്ലാം ഒരുമിച്ച് നിന്ന് ഈ പുതിയ സാഹചര്യം മനസ്സിലാക്കി മനുഷ്യത്വപരമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് സജ്ജമാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.